السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലും സ്വർഗം പ്രാപിക്കലുമാണ്. പരിശുദ്ധമായ ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ സൂറത്തു ആലു ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവുമായി രംഗപ്പെട്ടുകൊണ്ടുള്ള ആ മരണരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമ്മെ ഉണർത്തുന്നുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇങ്ങനെയാണ്: കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ മനുഷ്യനും, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്ന സർവ്വ മനുഷ്യരും, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ജീവന്റെ തുടിപ്പുമായി അവൻ കടന്നു വന്നിട്ടുണ്ടോ, അവരെല്ലാവരും മരണത്തിന്റെ ആ ലഹരി, അതിന്റെ രുചി, അതിന്റെ പ്രയാസം, ആ മരണരംഗത്തുണ്ടായിത്തീരുന്ന അവസ്ഥകൾ അവർ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. പിന്നീട് ഖിയാമത്ത് നാളിൽ ഓരോ മനുഷ്യനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ളതായ പ്രതിഫലങ്ങൾ നൽകപ്പെടുകയാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അന്ന് ആർക്കാണോ തന്റെ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും സ്വർഗം പ്രാപിക്കുവാനും കഴിഞ്ഞിട്ടുള്ളത്, അവനാണ് ഈ ജീവിതം കൊണ്ട് വിജയം നേടിയവൻ. ഈ ജീവിതം വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, കേവലം വഞ്ചനയുടെ ചരക്കു മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അഥവാ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ വിജയം നേടുന്നത് നരകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തപ്പെടുകയും അവൻ സ്വർഗാവകാശിയായി തീരുകയും ചെയ്യുമ്പോഴാണ്. നോക്കൂ സഹോദരങ്ങളെ, പരിശുദ്ധമായ വ്രതാനുഷ്ഠാനം ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് എത്രത്തോളം ശുദ്ധിയാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നതായ ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും: മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദിവസം അവൻ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, ആ നോമ്പ് കാരണമായി അല്ലാഹു അയാളുടെ മുഖത്തെ 70 വർഷത്തിന്റെ വഴിദൂരം നരകത്തിൽ നിന്ന് വിദൂരമാക്കി തീർക്കുമെന്നാണ്. ഒരു നോമ്പ് നമ്മളുടെ ജീവിതത്തെ എത്രത്തോളം നരകത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു എന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു റമളാനിനെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നരകത്തിൽ നിന്ന് എത്രത്തോളം അകറ്റപ്പെടുന്നവനായി തീരുമെന്നുള്ളത് നാം ആലോചിച്ചു നോക്കുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമായി തീരുന്നതും നരകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടാൻ കാരണമായി തീരുന്നതും അവന്റെ പാപങ്ങളാണ്. ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ അറിഞ്ഞും അറിയാതെയും കരുതിക്കൂട്ടിയും അല്ലാതെയുമൊക്കെ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധർമ്മങ്ങൾ നമ്മളുടെ മനസ്സിനെ അത് വല്ലാതെ ബാധിക്കുകയും നമ്മളുടെ ജീവിതം പാപത്തിന്റെ കറകളാൽ മൂടിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെയുണ്ടായിത്തീർന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിൽ നിന്ന് മറയിടപ്പെട്ടവനാകും. നരകം അവന്റെ ജീവിതത്തിലേക്ക് നിർബന്ധമായി തീരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിത്തീരും. നാം മനസ്സിലാക്കേണ്ടുന്നത്, ഒരു വ്രതം നമ്മളുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മളെ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധരാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും: മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. സഹീഹുൽ ബുഖാരി
നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. അതിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: ഒരാൾ അള്ളാഹുവിലുള്ള അടിയുറച്ച ഈമാൻ അയാൾക്കുണ്ട്, നല്ല വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവെ നീ എനിക്ക് പ്രതിഫലം നൽകണമേ എന്ന ആത്മാർത്ഥമായ ആഗ്രഹവും റബ്ബ് ഇതിന്റെ മഹത്തായ പ്രതിഫലങ്ങൾ തനിക്ക് നൽകുമെന്നുള്ള വലിയ പ്രതീക്ഷയും അയാൾക്കുണ്ട്. അങ്ങനെ വിശ്വാസവും പ്രതിഫലേച്ഛയും ഒരാളുടെ ജീവിതത്തിൽ സമ്മേളിച്ചുകൊണ്ട് പരിശുദ്ധമായ റമളാൻ മാസത്തെ ഒരാൾ നോമ്പുകൊണ്ട് അവന്റെ ജീവിതത്തിൽ സജീവമാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ജീവിതത്തിൽ അവന്റെ പക്കൽ നിന്ന് സംഭവിച്ചു പോയതായ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആ നോമ്പ് കാരണമായി തീരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, നമ്മൾക്ക് പാപങ്ങളിൽ നിന്ന് പരിശുദ്ധരായി തീരുവാൻ, നരകത്തിൽ നിന്ന് നമ്മളുടെ ശരീരത്തെ രക്ഷപ്പെടുത്തുവാൻ, സ്വർഗമാകുന്ന മഹാ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുവാൻ റമളാൻ പോലെ അനുകൂലമായ മറ്റൊരു സാഹചര്യം നമ്മളുടെ ജീവിതത്തിൽ കിട്ടാനില്ല എന്നുള്ളതാണ്. നമ്മൾക്കറിയുമല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെയും അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുസുന്നത്തിലൂടെയും ഓരോ അമലുകളുടെയും ഓരോ പ്രവർത്തനങ്ങളുടെയും പ്രതിഫലങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നോമ്പിന്റെ പ്രതിഫലം എത്രത്തോളം മഹത്വപൂർണമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാം: കുല്ലു അമലി ഇബ്നി ആദമ യുളാഅഫുൽ ഹസന അശ്റു അംസാലിഹാ ഇലാ 700 ളഅഫിൻ ഖാല അല്ലാഹു അസ്സ വജല്ല ഇല്ല സൗം ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മനുഷ്യരുടെ എല്ലാ ഓരോ നന്മകൾക്കും അത് 10 മുതൽ 700 ഇരട്ടി വരെ അവന്റെ ഉദ്ദേശവും ആ അവസ്ഥകളും പരിഗണിച്ചുകൊണ്ട് അല്ലാഹു തആല പ്രതിഫലം നൽകും. എന്നാൽ നോമ്പിന് ഒഴികെ, കാരണം നോമ്പിന്റെ പ്രതിഫലം എത്രയാണ് എന്നുള്ളത് നിർണയിക്കപ്പെട്ടതല്ല. കണക്കല്ലാത്ത പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതെ, കണക്കല്ലാത്ത പ്രതിഫലങ്ങൾ പാരത്രിക ജീവിതത്തിലേക്ക് വാരിക്കൂട്ടാൻ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. തിരിച്ചറിയുക, ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച് മുന്നേറുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.